ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ പോളിംഗ്. തൃശൂർ പൂരത്തിലെ പോലീസ് അനാവശ്യ ഇടപെടൽ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് നടപടി. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് വനിത ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. 2,77,49,159 വോട്ടർമാരാണ് ആകെ കേരളത്തിൽ ഉള്ളത്. ഇവർക്കായി 25,231 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കനത്ത സുരക്ഷ ഒരുക്കുന്നതിനായി 62 കമ്പനി കേന്ദ്രസേനയെ അധികമായും വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്കെത്തും. പോളിംഗ് 80% മുകളിൽ എത്തിക്കാനാണ് മുന്നണികളുടെ ഇനിയുള്ള ശ്രമം. 2019 77.67% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വമ്പൻ പ്രചാരണത്തിന്റെ ആവേശം പോളിംഗിലും ഉണ്ടാകുമെന്നാണ് വിവിധ പാർട്ടികളുടെ പ്രതീക്ഷ. അവസാന മണിക്കൂറിലും സ്ഥാനാർത്ഥികൾ തിരക്കിലാണ്. വിട്ടുപോയവരെ ഒരിക്കൽ കൂടി കണ്ടും മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ചും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചും വോട്ടുറപ്പാക്കുകയാണ്. ഇതിനിടയിലും വാക്പോരും ആരോപണങ്ങളും അവകാശവാദങ്ങളും തുടരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 1,92,501 വോട്ടർമാരാണുള്ളത്. 92,526 പുരുഷന്മാരും 99,974 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണുള്ളത്. മുതിർന്ന വോട്ടർമാർ 2,064 പുതിയ വോട്ടർമാർ 3,566 ഭിന്നശേഷിക്കാർ 2,296 പേരുമാണ്. ആകെയുള്ള 174 ബൂത്തുകളിൽ 1,492 വോട്ടുള്ള കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ 11 നമ്പർ ബൂത്തിലും പൊയ്യ അമ്പൂക്കൻ കൊച്ചുവർക്കി ഹൈസ്കൂളിലെ 128 ബൂത്തിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഏറ്റവും കുറവ് വടമ കാട്ടിക്കരക്കുന്ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ബൂത്തിലാണ്. ഇവിടെ 318 വോട്ടർമാരാണുള്ളത്. ചാലക്കുടി മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളുടെ വിതരണം ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ചെയ്തത്. ഭരണാധികാരി ചാലക്കുടി DFO M. വെങ്കിടേശ്വരന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം. 185 ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ഒന്നാമത്തെ ബൂത്ത് മനക്കുളങ്ങര UP സ്കൂളിലും അവസാനത്തെ ബൂത്തായ 185ാമത്തെ ബൂത്ത് ചിറങ്ങര ഇറിഗേഷൻ ഓഫീസിലുമാണ് ഒരുക്കിയിരിക്കുന്നത്. 247 ആദിവാസികളുള്ള വാച്ചുമരത്ത് ഇവിടത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആദിവാസികൾക്കായി ഒരു ബൂത്ത് ഒരുക്കിയിട്ടുണ്ട്. തിരുമുടിക്കുന്ന് ത്വക്ക് രോഗാശുപത്രിയിലെ അന്തേവാസികൾക്കായി ഇവിടെ ഒരു സ്പെഷ്യൽ ബൂത്തും സജ്ജീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ GPS ഘടിപ്പിക്കുന്ന പ്രവൃത്തികൾ വൈകിയതിനാൽ വിവിധ ബൂത്തുകളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ 1.5 മണിക്കൂറോളം വൈകിയാണ് പുറപ്പെട്ടത്. പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ പൂരത്തിലെ പോലീസിന്റെ അനാവശ്യ ഇടപെടലിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല പരിശോധന ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് സർക്കാർ വിശദീകരണം നൽകേണ്ടത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ഹർജിയിലാണ് സർക്കാരിന്റെ വിശദീകരണം തേടിയത്. കേസ് രജിസ്റ്റർ ചെയ്തോ എന്നതിലും ജുഡീഷ്യൽ അന്വേഷണം ആലോചനയിലുണ്ടോ എന്ന കാര്യത്തിലും വിശദീകരണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് അന്വേഷണം നടന്നോ എന്ന കാര്യത്തിൽ വിശദീകരണം നൽകണം.
BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് സർക്കാർ നടപടിയെടുത്തത്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിയതിനു പിന്നിൽ പോലീസ് എന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് വിദേശ വനിത ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത വിദേശ വനിത തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലിട്ട വീഡിയോയിലൂടെയാണ് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. തൃശൂർ പൂരത്തിനിടയിൽ വിദേശ വ്ളോഗർമാർക്കെതിരെ അജ്ഞാതന്റെ അതിക്രമം. ബ്രിട്ടനിൽ നിന്നുള്ള യുവാവും യുവതിയുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദുരനുഭവം വെളിപ്പെടുത്തിയത്. വിദേശ വനിതയെ ഒരാൾ ബലമായി ചുംബിക്കാൻ ശ്രമിച്ചെന്നും യുവാവിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചെന്നുമെന്നാണ് ആരോപണം. ഇതിന്റെ വീഡിയോയും വ്ളോഗർമാർ പുറത്തുവിട്ടിട്ടുണ്ട്. വീഡിയോ ചിത്രീകരിച്ചതിന് പിന്നാലെ ഒരാൾ വിദേശ വനിതയെ ചുംബിക്കാൻ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ആദ്യമുള്ളത്. ഇതിന് പിന്നാലെയാണ് തന്റെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചതായി വിദേശ യുവാവും വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും മോശപ്പെട്ട നിമിഷങ്ങൾ എന്ന് പറഞ്ഞാണ് ഇവർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ യുവതിയെ ചുംബിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ പാലക്കാട് സ്വദേശിയാണെന്നാണ് വിവരം. എന്നാൽ കേസ് എടുത്തിട്ടില്ല. വിദേശ പൗരന്മാർ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെന്നാണ് വിവരം. മീഡിയ ടൈം, തൃശൂർ. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 14-നാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ നിർവഹിച്ചു. ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്ത് ഒരുക്കുന്നത്. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ്, കൈയുടെ അസ്ഥി, സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നാനാജാതി മധ്യസ്ഥരായ തീർത്ഥാടകർ എത്തും. അതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ ഏപ്രിൽ 30 ചൊവ്വ വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവരും. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ ഉണ്ടാകും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ആളൂർ കച്ചേരിപ്പടിയിൽ സുഹൃത്തിനെ മൊബൈലിൽ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത വിരോധത്താൽ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ 2 പേർ അറസ്റ്റിൽ. താണശ്ശേരി പുത്തൻപുരയ്ക്കൽ അക്ഷയ്, കടുപ്പശ്ശേരി നെടുമ്പുരയ്ക്കൽ ക്രിസ്റ്റോ എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്ഷയ് 2020 കാട്ടൂരിൽ വിഷ്ണു വാഹിദ് വധക്കേസിലെ പ്രതിയാണ്. ക്രിസ്റ്റോ 2024 ജനുവരി മാസത്തിൽ കടുപ്പശ്ശേരി പള്ളിയമ്പു തിരുനാളിനിടയിൽ കടുപ്പശ്ശേരി സ്വദേശിയെ വീടുകയറി ആക്രമിച്ച കേസിലെ പ്രതിയാണ്. ദേശീയപാത നെല്ലായിൽ ലോറി മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് തീറ്റപ്പുല്ല് കൊണ്ടുപോയ ലോറിയാണ് തുപ്പൻകാവ് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ 6 മണിക്കായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ 4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. രാവിലെ 10 മണിയോടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റിയ ശേഷമാണ് ദേശീയപാതയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കയ്പമംഗലം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നടന്നു. മണ്ഡലത്തിലെ 153 ബൂത്തുകളിലേക്കാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. രാവിലെ 8 മണി മുതൽ വിതരണം ആരംഭിച്ചു. വിതരണത്തിനായി വൻ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലെ ആകെ 1,77,825 വോട്ടർമാരാണ് ഉള്ളത്. വൈകിട്ടോടെ വോട്ടെടുപ്പിനുള്ള ബൂത്തുകൾ സജ്ജമാകും.
കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഹരിത മാതൃക പോളിംഗ് ബൂത്ത് ഒരുങ്ങി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ പോളിംഗ് ബൂത്താണ് ഹരിത മാതൃകയിൽ ഒരുക്കിയിട്ടുള്ളത്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പോളിംഗ് ബൂത്താണിത്. പച്ചയോല കൊണ്ടുള്ള സ്വാഗത ബോർഡ്, കുരുത്തോല തോരണം, വേസ്റ്റ് ബിന്നായി ഓല മെടഞ്ഞുകൊണ്ടുള്ള വല്ലം തുടങ്ങി പ്ലാസ്റ്റിക് മുക്തമാക്കിയാണ് ബൂത്ത് നിർമ്മിച്ചത്. പറവൂരിലെ പ്രമുഖ വ്യവസായിയും നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയുമായ 102 വയസ്സുകാരൻ SP നായരും ഭാര്യ ലീല P നായരും രാവിലെ 11 മണിയോടെ പറവൂർ LPG സ്കൂളിൽ വോട്ട് ചെയ്യും. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെടുപ്പ് ആരംഭിച്ച കാലം മുതൽ ഇതുവരെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാഞ്ഞാലിയിലെ ഓഫീസിലെത്തി ദൈനംദിന ജോലികൾ നിർവഹിച്ചു പോരുന്ന SP നായർക്ക് തെരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോൾ ആവേശം തന്നെയാണ്. ദേശീയപാത കൊടകരയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കൊടകര ഗാന്ധിനഗർ ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സും കാറും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി കാറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ബസ്സിന് പുറകിൽ ചെന്നിടിച്ച് കയറി നിന്നു. കാർ പൂർണ്ണമായും തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യുവചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്ക് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക സംഘടിപ്പിച്ച മോഹനം ചലച്ചിത്രോത്സവം സമാപിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്നൊരുക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ KM മധുസൂദനൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷയായി. മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരം നേടിയ സംവിധായിക താര രാമാനുജ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ അനു പാപ്പച്ചൻ, PB ഋഷികേശൻ, PK ഗണേഷ്, വിൽസൺ ആന്റണി, PK കിട്ടൻ, C മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം ചാലക്കുടി റേഞ്ചിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചാലക്കുടി നഗരസഭ, ആരോഗ്യ വിഭാഗം എന്നിവയുടെ സഹകരണത്തോടെ ലോക ഭൗമ ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പരിപാടി നടത്തി. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിജി TD ഉദ്ഘാടനം ചെയ്തു. ANCS അൻസലൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P രവീന്ദ്രൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MS ഷാജി, ജയരാജ്, RTR, അരവിന്ദ് JR എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ പോളിംഗ്. തൃശൂർ പൂരത്തിലെ പോലീസ് അനാവശ്യ ഇടപെടൽ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. BJP നേതാവ് B ഗോപാലകൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് നടപടി. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് വനിത ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.